ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്രൈറ്റ് ഐഡിയാസ് ഫോർ OET. ബ്രൈറ്റ് ഐഡിയാസ് ഫോർ OETയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് OETയുടെ സിനോണിംസ് ആണ്, റീഡിങ്ങിൽ സിനോണിംസ് ആണ്. അപ്പം ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ സിനോണിംസ് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് സിനോണിംസ് ഇടാൻ ലേറ്റ് ആയത്. ഓക്കെ, അപ്പോൾ സിനോണിംസ് ഞാൻ ആൽഫബറ്റ് വൈസിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം സിനോണിംസ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത് എക്സാം ബേസ്ഡ് കളക്റ്റഡ് മെറ്റീരിയൽസിൽ നിന്നാണ് ഞാൻ സിനോണിംസ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം എൻ്റെ മാക്സിമം സിനോണിംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസം ഓരോ എപ്പിസോഡായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ആൽഫബറ്റ് വൈസ് നോക്കുമ്പോൾ ഇന്ന് ഞാൻ ആൽഫബറ്റ് ആണ്. എയിലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എനിക്കിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ആൽഫബറ്റ് വൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എയിലുള്ള കുറച്ച് ആൽഫബറ്റിൽ തുടങ്ങുന്ന കുറച്ച് സിനോണിംസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്, OET റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ പൊതുവേ എല്ലാവരും റീഡിങ് ഒരു ടഫ് സബ്ജക്റ്റായിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിങ് പൊതുവേ ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി പാർട്ട് ബിയും പാർട്ട് സിയും ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും, ഒരുപാട് സ്റ്റുഡൻസ് പാർട്ട് ബിയും പാർട്ട് സിയും ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. കാരണം പാർട്ട് ബിയിലും പാർട്ട് സിയിലുമാണ് നമുക്ക് വൊക്കാബുലറീസും സിനോണിംസും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിനോണിംസ് അറിയാമെങ്കിൽ, വൊക്കാബുലറീസ് അറിയാമെങ്കിൽ നിങ്ങൾക്കും ആ പാരഗ്രാഫിൻ്റെ അർത്ഥം മനസ്സിലാവും, നിങ്ങൾക്കും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ അർത്ഥം ഞാൻ ഈ പറയുന്ന സിനോണിംസ് എല്ലാം നിങ്ങൾ കുത്തിയിരുന്ന് ബൈഹാർട്ട് ചെയ്യണം എന്ന് അല്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതിനു വേണ്ടി സ്പെഷ്യൽ ടൈം കണ്ടെത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലിസണിങ് നിങ്ങൾ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലെ സിനോണിംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. കാരണം ഞാൻ ഈ ഓഡിയോയിൽ ചുമ്മാ എഴുതിയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുകയല്ല, ഞാനത് പറയുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഫ്രീ ആയിട്ടുള്ള സമയത്ത് നടക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കേട്ടാണെങ്കിലും നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് പതിയും. അപ്പോൾ അങ്ങനെ കേട്ട് പ്രാക്ടീസ് ചെയ്താലും മതി ഈ സിനോണിംസ്. അപ്പോൾ സിനോണിംസ് വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് റീഡിങ്ങിൽ. സിനോണിംസ് ഇല്ലാതെ നമുക്ക് സിനോണിംസും വൊക്കാബുലറീസും അറിയാതെ നമുക്ക് പാർട്ട് ബിയും പാർട്ട് സിയും ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളുടെ ടൈം നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അർത്ഥം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡും സ്ട്രെസ്ഡും ആവും. നേരെ മറിച്ച് നിങ്ങൾക്ക് അർത്ഥം അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റീഡിങ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പാർട്ട് ബിയും പാർട്ട് സിയും വിത്തിൻ ടൈം നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് എക്സാം കഴിഞ്ഞ് വരാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും സിനോണിംസ് അറിഞ്ഞിരിക്കണം, വൊക്കാബുലറീസ് അറിഞ്ഞിരിക്കണം. എല്ലാത്തിൻ്റെയും എല്ലാം പഠിച്ചു തീർക്കാൻ ആർക്കും പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന സിനോണിംസും വൊക്കാബുലറീസൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പം എനിക്കറിയാം, നമുക്ക് പഠിക്കുന്നവർ വർക്ക് ചെയ്യുന്നവർക്ക് സിനോണിംസ് എഴുതി വെക്കാനോ ഇതുപോലെ എക്സാം ബേസ്ഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയൽസിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് എഴുതി വെക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ അത് എഴുതി വെച്ച് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നത്. ഞാനും ഇങ്ങനെ തന്നെ പലരും പല വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവരുടെ നിന്നൊക്കെ നോക്കിയിട്ടായിരുന്നു ഞാനും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ഏറ്റവും കൂടുതൽ ഞാൻ അതായത് സിനോണിംസും വൊക്കാബുലറീസും സിനോണിംസും എഴുതി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ റീഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽസിലുണ്ടായിരുന്ന എല്ലാ സിനോണിംസും വൊക്കാബുലറീസും എഴുതി വെച്ച് ഞാൻ വായിച്ച് പോകുമായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് എപ്പോഴും OETയുടെ ഒരു ഡയറി, ഒരു ബുക്ക് എനിക്കുണ്ടായിരുന്നു. ഞാൻ സെൽഫ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ആ ബുക്കൊന്ന് റിവൈൻഡ് ചെയ്യും. എല്ലാ ഡേയിലും ഞാൻ ആ ബുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കും. അപ്പം ഞാൻ ആ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ എന്നെ അത് വീണ്ടും എൻ്റെ ബ്രെയിനിലോട്ട് വീണ്ടും അത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനത് പഠിച്ചു വരും. ഓക്കെ, അല്ലാതെ അതിനായിട്ടൊരു പെർട്ടിക്കുലർ ടൈം ഞാൻ കണ്ടെത്താറില്ല. പക്ഷേ ഏത് മെറ്റീരിയൽസ് കിട്ടിയാലും അതിൽ നിന്നെല്ലാം സിനോണിംസും വൊക്കാബുലറീസും എഴുതുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. സോ അങ്ങനെ എഴുതിയത് കൊണ്ടാണ് എനിക്ക് റീഡിങ്ങിലോട്ട് പാർട്ട് ബിയും പാർട്ട് സിയൊക്കെ ചെയ്യാൻ പറ്റിയത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് റീഡിങ്സിലെ അർത്ഥം മനസ്സിലായാലും നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ സിനോണിംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട്, സിനോണിംസും വൊക്കാബുലറീസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ട് അതിനെയും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കളക്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് ഇന്ന് OETയുടെ റീഡിങ്ങിൻ്റെ സിനോണിംസ് ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ഒന്നാമത്തെ സിനോണിംസിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ കിട്ടത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാലേ ഞാൻ ആ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
നിങ്ങൾ ഫ്രണ്ട്സൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോൾ, എൻ്റെ വീഡിയോ ഇത്ര പേര് കണ്ടു എന്ന് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അതെനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമാണ്. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരും മറക്കരുത്, വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്തേക്കണം. സോ നിങ്ങളുടെ ഇത്ര നാളത്തെ എല്ലാവരുടെ സപ്പോർട്ടിനും ഒത്തിരി നന്ദി. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ഒന്നാമത്തെ വേർഡാണ് അബാൻഡൻ. അബാൻഡൻ്റെ മലയാളാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കൈവിടുക, അങ്ങനെയുള്ള അർത്ഥമാണ് അബാൻഡൻ വരുന്നത്. അതിൻ്റെ സിനോണിംസാണ് റെക്കൾസ്നെസ്സും ഡിസ്റിഗാർഡും. ഓക്കെ, അപ്പം ഞാൻ ഈ പറയുന്ന സിനോണിംസൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് എപ്പോഴും എല്ലാ ദിവസവും റീവൈൻഡ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അബാൻഡൻ്റെത് ഉപേക്ഷിക്കുക, കൈവിടുക, അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ടുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഉള്ളതാണ് അമേസിങ്. അമേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായ അല്ലെങ്കിൽ വിചിത്രമായ അല്ലെങ്കിൽ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന. അപ്പോൾ അതിൻ്റെ സിനോണിംസാണ് ഇൻക്രെഡിബിളും അൺബിലീവബിളും. അപ്പോൾ ഇനി അമേസിങ്ങിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് അറിയാതിരിക്കരുത്. നമുക്ക് അമേസിങ്ങിൻ്റെയൊക്കെ അർത്ഥം എല്ലാവർക്കും അറിയാമെന്നറിയാം. പക്ഷേ ഇങ്ങനെ സിനോണിംസ് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്. സോ ഇനി നമുക്കത് ഉണ്ടാവാൻ പാടില്ല കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്തത് ആങ്കർ. ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഷം അല്ലെങ്കിൽ അമർഷം അല്ലെങ്കിൽ ദേഷ്യം, അതാണ് അതിൻ്റെ മലയാളാർത്ഥം എന്ന് പറയുന്നത്. അതിൻ്റെ സിനോണിംസാണ് എൻറേജും നെറ്റിലും. അപ്പോൾ ആങ്കർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ നമുക്ക് എൻറേജ്, നെറ്റിൽ ഇതൊക്കെ നമുക്ക് എക്സാമിന് നമ്മുടെ എക്സാം പേപ്പറിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തിയെന്ന് വരത്തില്ല, നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വരത്തില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ മാർക്ക് ലൂസ് ആവുന്നത്. സോ അടുത്ത നമുക്ക് സിനോണിം നോക്കാം, ആംഗ്രി. അതും ഇതേ ഒരു ഇത് വരുന്നതാണ്, രോഷാകുലനായ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ആ ഒരു രീതി വരുന്നതാണ് ആങ്കർ. അതിൻ്റെ സിനോണിമാണ് മാഡ് അല്ലെങ്കിൽ ഫ്യൂരിയസ്. ഒരുപാട് സിനോണിംസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് നോക്കി എടുത്തു വച്ചേക്കുന്നതാണ്. അപ്പം ഇനി അടുത്ത സിനോണിം നമുക്ക് നോക്കാം, ആൻസർ. ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ, ഉത്തരം അല്ലെങ്കിൽ മറുപടി അല്ലെങ്കിൽ അതിനൊരു റിപ്ലൈ. സോ അതിൻ്റെ സിനോണിമാണ് റിപ്ലൈ അല്ലെങ്കിൽ റെസ്പോണ്ട്, അതായത് മറുപടി പറയുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത വേർഡാണ് ആസ്ക്. ആസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്കിൻ്റെ മലയാളം ചോദ്യം. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതിൻ്റെ സിനോണിമായിട്ട് വരുന്നതാണ് ക്വസ്റ്റ്യൻ, ക്വറി, ക്വിസ്. സോ ഒരുപാട് സിനോണിംസ് എല്ലാ വേർഡുകൾക്കും ഉണ്ട്, പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് യൂസ്ഫുൾ ആവും നോക്കിയിട്ട് ഞാൻ എടുത്തേക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സിനോണിമിലോട്ട് പോവാം. അതാണ് ഓഫുൾ. ഓഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തീരെ മോശമായ എന്നൊരർത്ഥം വരുന്നതാണ് ഓഫുൾ. സോ ഓഫുള്ളിൻ്റെ സിനോണിംസ് ഏതൊക്കെയാണെന്ന് നോക്കാം, ഡ്രെഡ്ഫുൾ, ടെറിബിൾ, അബോമിനബിൾ. ഇത് മൂന്നും ഓഫുള്ളിൻ്റെ സിനോണിംസാണ്. ഇത് ഇനി എക്സാം പേപ്പറിൽ കണ്ടാൽ മറന്നു പോകരുത്. അടുത്തത് അപ്പാരൻ്റ്. അപ്പാരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ എന്നുള്ളതാണ്. സോ അതിൻ്റെ സിനോണിംസാണ് ക്ലിയർ, വിസിബിൾ, എവിഡൻറ്റ്. ഇത് മൂന്നും അപ്പാരൻറ്റിൻ്റെ സിനോണിംസാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്നും മറന്നു പോകാൻ പാടില്ല നിങ്ങൾ. നമുക്ക് അടുത്ത സിനോണിമിൽ നോക്കാം, അമെൻഡ്. അമെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിനോണിമാണ് ചേഞ്ച് അല്ലെങ്കിൽ ഓൾട്രേഷൻ എന്നുള്ളത്. സോ അമെൻഡിൻ്റെത് ചേഞ്ച് അല്ലെങ്കിൽ ഓൾട്രേഷൻ. അമെൻഡിന് വേറെയും സിനോണിംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വേർഡ് നോക്കാം, അഗ്രവേറ്റ്. അഗ്രവേറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ മലയാളാർത്ഥമാണ് വഷളാവുക. അഗ്രവേറ്റിൻ്റെ അർത്ഥം വഷളാവുക. സോ അതിൻ്റെ സിനോണിമാണ് വേഴ്സൺ അല്ലെങ്കിൽ എക്സാസർബേറ്റ്. അപ്പം ഇത് രണ്ടും അഗ്രവേറ്റിൻ്റെ സിനോണിമാണ്. ഇനി അടുത്ത ഒരു വേർഡാണ് അബ്സ്റ്റെയിൻ. അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിട്ടു നിൽക്കുക എന്നാണ്. സോ അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക. അബ്സ്റ്റെയിൻ്റെ സിനോണിമാണ് റിഫ്രെയിൻ അല്ലെങ്കിൽ വിത്ത് ഹോൾഡ് അല്ലെങ്കിൽ റിഫ്രെയിൻ. ഈ വിത്ത് ഹോൾഡൊക്കെ നമുക്ക് പാരഫ്രൈസ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉള്ള വേർഡാണ് അബ്രിവേറ്റ്. അബ്രിവേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചുരുക്കുക അല്ലെങ്കിൽ സംഗ്രഹിക്കുക. അപ്പോൾ അതിൻ്റെ സിനോണിം ഷോർട്ടൺ അല്ലെങ്കിൽ റെഡ്യൂസ്. അടുത്തതാണ് എബിലിറ്റി.
എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ് അല്ലെങ്കിൽ കരുത്ത്, ശക്തി, യോഗ്യത, അതൊക്കെയാണ് എബിലിറ്റിയുടെ മലയാള അർത്ഥം വരുന്നത്. അതിൻ്റെ സിനോണിമാണ് കപ്പാബിലിറ്റിയും കപ്പാസിറ്റിയും ടാലൻറ്റും. സോ ഇത് മൂന്നും എബിലിറ്റിയുടെ സിനോണിമാണ്. നമുക്ക് അടുത്ത സിനോണിം നമുക്ക് നോക്കാം. ഏബിൾ. അതും ഇതിന് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരർത്ഥമാണ്. കഴിവുള്ള, കാര്യശേഷിയുള്ള എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ഏബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ സിനോണിമാണ് കേപ്പബിൾ, കോമ്പിറ്റൻറ്റ്, ആപ്റ്റ്. ഇത് മൂന്നും അതിൻ്റെ സിനോണിമാണ്. ഇനി അടുത്ത സിനോണിം നമുക്ക് നോക്കാം. എബോവ്. എബോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീതെ അല്ലെങ്കിൽ അതീതം അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ എന്നൊക്കെ അർത്ഥം വരുന്നതാണ് എബോവ്. എബോവിൻ്റെ സിനോണിമാണ് റേസ്ഡ് അല്ലെങ്കിൽ ഓവർഹെഡ്. റേസ്ഡ് അല്ലെങ്കിൽ ഓവർഹെഡ്. സോ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അടുത്തതാണ് ആക്റ്റീവ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഉത്സാഹമുള്ള അല്ലെങ്കിൽ സജീവമായ. അപ്പോൾ അതിൻ്റെ മലയാള അർത്ഥം ഇതാണ്. അത് കഴിഞ്ഞ് നമുക്ക് സിനോണിം നോക്കാം. സിനോണിമാണ് എലൈവ്, ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ്. സോ ഇത് മൂന്നും ആക്റ്റീവിൻ്റെ സിനോണിമാണ്. ഇനി അടുത്ത ഒരു വേർഡാണ് അഡമൻറ്റ്. അഡമൻറ്റിൻ്റെ മലയാള അർത്ഥം എന്ന് പറഞ്ഞാൽ നിർബന്ധ ബുദ്ധിയുള്ള അല്ലെങ്കിൽ വഴങ്ങാത്ത. അതാണ് അഡമൻറ്റിൻ്റെ മലയാള അർത്ഥം. സോ അതിൻ്റെ സിനോണിമാണ് സ്റ്റബേൺ അല്ലെങ്കിൽ അൺകോംപ്രമൈസിങ് അല്ലെങ്കിൽ ഇൻസിസ്റ്റൻറ്റ്. ഇത് മൂന്നും അതിൻ്റെ സിനോണിമാണ്. അടുത്തത് ആഡ്. ആഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ സിനോണിമാണ് എനുമറേറ്റ് അല്ലെങ്കിൽ സമ്മേറ്റ്. സോ ഇത് രണ്ടും അതിൻ്റെ സിനോണിമാണ്. അടുത്തത് ആഡിക്വേറ്റ്. ആഡിക്വേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയായ, അനുയോജ്യമായ അല്ലെങ്കിൽ കഷ്ടിച്ച് തികയുന്ന. സോ അതിൻ്റെ സിനോണിമാണ് സഫിഷ്യൻറ്റ്, സ്യൂട്ടബിൾ അല്ലെങ്കിൽ കോമ്പിറ്റൻറ്റ്. ഇത് മൂന്നും ആഡിക്വേറ്റിൻ്റെ സിനോണിമാണ്. അടുത്തതാണ് അഡ്ജേൺ. അഡ്ജേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധി വെച്ച് മാറ്റുക, തൽക്കാലത്തേക്ക് നിർത്തുക അല്ലെങ്കിൽ നീട്ടി വെക്കുക. സോ അതിൻ്റെ സിനോണിംസാണ് ഡിലേ, പോസ്റ്റ്പോൺ അല്ലെങ്കിൽ ഡിഫർ.